Happy New Year, girls. Happy New Year. So right now we are Medical Trust Hospital. Capture a shop for Melissa Restaurant. Guys, times around 6 o'clock in the morning right now. Waiting for customers to come, I guess. Babuche, ponta. Pote. വെച്ചോ 6 മണിയാകുമ്പോൾ തനി ഓഫ് ആയിക്കോളും. കുറച്ച് നേരം കൂടി ഉള്ളൂ 6 മണിക്ക്. പോണ്ട ഇസ്ലാമിലേക്ക്. നമ്മൾ വണ്ടി എടുത്തു. The lighting is really nice around my dad's shop. The lighting is from my vehicle. Look where we going. My scooter. Ultra wide lens എന്നല്ല മാമച്ചൻ നശിപ്പിച്ചു. അതുകൊണ്ട് ഇനി നോ മോർ അൾട്രാ വൈഡ് ലെൻസ്. ഇനി അവൻ ഷെയർ ഇട്ട് വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ വേണ്ടി വരും എന്തായാലും. അൾട്രാ വൈഡ് ലെൻസ് അത്യാവശ്യമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഐ ഡോണ്ട് ഹാവ് മൈ മൈക്ക് വിത്ത് മീ. ഇറ്റ്സ് ദെയർ ബട്ട് ഇറ്റ്സ് ഇൻസൈഡ് ദ വെഹിക്കിൾ. സോ ഐ വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകും. ബട്ട് ഐ വോണ്ട് ബി ടോക്കിംഗ്. പടമായത് സിഗ്നലായി. പക്ഷെ നമ്മൾ സിഗ്നൽ നോക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടി പിന്നെ അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് പറഞ്ഞു. ഐ തോട്ട് ആക്ച്വലി എ പേഴ്സൺ വാസ് ദെയർ. അയാളെൻ്റെ ന്യൂ ഇയർ 12 മണി സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നശിപ്പിക്കുന്നുണ്ട്. കാരണം പുള്ളി പോയി. അതുകൊണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് വരെയൊക്കെ എടുക്കാൻ പറ്റി. പിന്നെന്താ ചെയ്യുക, 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ വിഷ് ചെയ്തിരുന്നു. പിന്നെ ഈ കൊല്ലത്ത് ആദ്യത്തെ കോൾ വന്ന് നമ്മുടെ അനന്തൂർ റിസോളിയുടെ സൈഡിൽ നിന്നാണ്. ആരെയാണ് എന്നെ വിളിച്ചത്. ഞാൻ വിഷ് ചെയ്തു. അതടുത്ത് എൻ്റെ ആദ്യത്തെ പിന്നെ ഇർഫാദിനെ വിളിച്ചു. സെക്കൻഡ് കോൾ ദാറ്റ് ലുക്സ് നൈസ്. എന്താ പറയുന്നത്, ഇർഫാദിനെ വിളിച്ചു. ഇർഫാദിന് വീഡിയോ വെച്ചു. അഫീഫിനെ വിഷ് ചെയ്തു. അമീനെ ഫസ്റ്റ് വിഷ് ചെയ്തു. മെസ്സേജ് അയച്ചു. അഫീഫിനെ വിഷ് ചെയ്തു. അമീനെ വിഷ് ചെയ്തു. ശ്യാം കൊണ്ട സാഹിബ് ചാച്ച് വേറെ ലൈറ്റ് സീൻ ലൈറ്റ്. പിന്നെ ആരൊക്കെ വിഷ് ചെയ്തു? പിന്നെ നമ്മൾ വിഷ് ചെയ്തത് ആരൊക്കെയാണ്? പിന്നെ അന്നേനെ വിഷ് ചെയ്തു. ദ ന്യൂ മെമ്പർ ഹൂസ് ദെയർ ഫ്രം അഫീഫാസ് വെഡ്ഡിങ്. പിന്നെ കീർത്തനെ വിഷ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ റാൻഡം ചാറ്റ്സ്. പീപ്പിൾ വാസ് ദെയർ ഓൺ ടോപ്പ് ഓഫ് മൈ ചാറ്റ് ലിസ്റ്റ്. ഐ വിഷ് ദം ഓൾ. വേറൊരു സൂപ്പർ ലൈറ്റ് ഉണ്ടായി. യു ഗൈസ് മൈറ്റ് ഹാവ് മിസ്ഡ് ഇറ്റ്, പക്ഷേ ഐ വിൽ ട്രൈ ടു ഷോ യു ഗൈസ്. കണ്ടോ വാവ്. Lights are something which always fascinates me every time, all the time. നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ വേറെ ഇലംകുളം മെട്രോ സ്റ്റേഷൻ. യു ക്യാൻ സീ ഓൺ ടോപ്പ് ഓഫ് മീ, ദാറ്റ്സ് എ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ വിഷ് ചെയ്തു. പിന്നെ ബാക്ക് ടു ബിസിനസ്. അവിടെ ഇരുന്നു. ദർ വെർ സോ മെനി പീപ്പിൾ കമ്മിങ്, ഹാവിങ് ഫൺ, ഗിവിങ് ഗുഡ് റിവ്യൂസ് ആൻഡ് ഓൾസോ ഗിവിങ് tips on how to improve. There's a person who's jogging. That's dedication, guys. That's dedication. 1 of 365 തൂക്കിയിരിക്കുന്നു പുള്ളി. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? സൊമാറ്റോ, സ്വിഗ്ഗി ടൈമിംഗ്, ഹോസ്റ്റൽ 4 AM. പക്ഷേ 4 AM ആയി. പിന്നെയും സാധനം 5 AM ആക്കി.
It's around 5:30 a.m. 6 a.m. right now. So, രണ്ട് couples അവിടെ ഉണ്ടായിരുന്നു. They were talking about life, I guess. I don't know. പക്ഷേ they were having fun. എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ മുഖത്തില്ലാത്തത് എന്നിട്ട് ഐ ഹോപ്പ് വാട്ട് ഐ ആം സേയിങ് ഈസ് ബീങ് റെക്കോർഡഡ്. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ ഐ ട്രൈ ടു കീപ് മൈ മൈക്ക് ഇവിടെ എവിടെയെങ്കിലും. യു വിൽ ബി ഏബിൾ ടു ഹിയർ എവറിത്തിങ് വിച്ച് ഐ ആം സേയിങ്. പിന്നെ ആംബുലൻസ് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ആംബുലൻസ് സംതിങ് വേറെ ആയപ്പോൾ തന്നെ ഏതൊരു വണ്ടി ഇട്ടിട്ട് എനിക്ക് പ്രശ്നമുണ്ട് കാര്യം. സോ ഗൈസ് പ്ലീസ് ടേക്ക് കെയർ വൈൽ റൈഡിങ്. ഞാനിപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, പക്ഷേ കാരണമുണ്ട്. എനിക്ക് ചൂടെടുത്തിട്ട് എനിക്ക് തലകറക്കം വരുന്നു, എനിക്ക് തലവേദന വരുന്നു. എൻ്റെ ഹെൽമെറ്റ് ഇറ്റ്സ് ദെയർ. സീ യു ക്യാൻ സീ മൈ ഹെൽമെറ്റ് ഹിയർ. ഹിയർ ഇസ് മൈ ഹെൽമെറ്റ്. പക്ഷെ ഞാൻ വെച്ചിട്ടില്ല കാരണം ഭയങ്കര ചൂടാണ്. എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ തണുത്ത നല്ല താഴ്ച കാറ്റുണ്ട്. തണുത്ത കാറ്റത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല സമാധാനമുണ്ട്. തിങ്കിങ് ഓഫ് എനിത്തിങ് ബാഡ് ആക്ച്വലി. ലൈഫ് pretty good. I have to say that. എല്ലാം ഇങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ നല്ല രീതിയിൽ നടക്കുന്നു. ഐ എം ഹാപ്പി വിത്ത് എവറിത്തിങ് ദാറ്റ്സ് ഹാപ്പനിങ് അറൗണ്ട്. പിന്നെ ഫിഫയുടെ കല്യാണം, ദാറ്റ് വാസ് സംതിങ് വിച്ച് വാസ് സോ ഗുഡ്. ഭയങ്കര ഫണ്ണായിരുന്നു, ചില്ലിങ് ആയിരുന്നു, പേടിയായിരുന്നു. സോ ബോറിങ് ആക്ച്വലി. ക്ഷീണം കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ ദിവസം 3 to പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ ഞാൻ ഉറക്കമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് I didn't have anything to do actually on that day. So ഞാൻ എന്താ ചെയ്ത്, I went to the gym in the evening. പിന്നെ ഇവിടെ പോയി, പിന്നെ after that I went to my boxing. ഇല്ല, ഞാൻ ജിമ്മിൽ പോയില്ല അന്നത്തെ ദിവസത്തെ. ഇവിടെ so many people were cycling. You can see them here. Cycling people. Conquering the air, I guess. I don't know. നമ്മൾ വൈറ്റിലെത്തി. വൈറ്റിലെ പാലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബോക്സിങ് കഴിഞ്ഞുള്ളത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ആക്ച്വലി. ഇന്നലെ ഞാനിവിടെ ലൈറ്റില്ലാത്ത കാരണം സബ്ജക്റ്റ് ഹാവ് ബീൻ ലോസ്റ്റ്. പക്ഷേ ഇന്നലെ ഇർഫാദിൻ്റെ പാപ്പാടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഇറ്റ് വാസ് നൈസ്. ആയതുണ്ടായി, അനന്തമുണ്ടായി, മാമസുണ്ടായി, ടാനിയ, പോളുണ്ടായിരുന്നു, other people who was his dad's colleagues, I guess. അവരുണ്ടായിരുന്നു. ഗുഡ് ഫുഡ്, സൂപ്പർ ബീഫ് ഫ്രൈ കുറേ കഴിച്ചു. അത് ഇന്നലത്തെ വ്ളോഗിൽ പറയുന്നതായിരുന്നു. ദിസ് ഇസ് ഡേ 2 ഓഫ് മൈ വ്ളോഗിങ് സീരീസ്. നമ്മളിത് എല്ലാ ദിവസവും ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യും. ഐ തിങ്ക് മെമ്മറി കാർഡ് സ്റ്റോർ ചെയ്യണമെന്നല്ല, ഇറ്റ് വുഡ് ബി ബെറ്റർ ടു സ്റ്റോർ ഇൻ ദ യൂട്യൂബ് സെക്ഷൻ. ബിക്കോസ് അത് അവിടെ തന്നെ കാണും. എനിക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ കാണാം. എൻ്റെ മെമ്മറി കാർഡ് സ്റ്റോറേജ് എനിക്ക് സേവ് ചെയ്യാം, യുനോ. പിന്നെന്താ ദാറ്റ്സ് ഇറ്റ്, ഐ ഗെസ്. ഇയർ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. There are not much people to wish, so WhatsApp and Instagram is good. Right. Happy New Year, bro. ആരും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തു. ഞാൻ തിരിച്ച് വിഷ് ചെയ്തു. ഐ ഡോണ്ട് നോ ഹൂ ദാറ്റ് ഈസ്. എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. ഒരു ലോറിയും കൊണ്ട് മരം കൊണ്ടുള്ള ഒരു കുട്ടിനെ വിഷ് ചെയ്താൽ പടമായാൽ സൂപ്പറായിരിക്കും. You guys can see that thing. ബൈപ്പാസ് കൂടെ പോകണതാണ്. ഇവിടെ ലൈറ്റൊന്നുമില്ല, എല്ലാം ഓഫാക്കി. പക്ഷെ ലൈറ്റ് ഉണ്ടായിരുന്ന, കറണ്ട് പോയതാണ്, എനിക്കറിയില്ല. സോ ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ വി ആർ റൈഡിങ് ബാക്ക് ഹോം. നേരെ വീട്ടിൽ പോകുന്നു, ബാത്റൂമിൽ പോകുന്നു. എനർജി ഉണ്ടെങ്കിൽ ജിം ബോക്സിങ്ങിൽ കാരണം ജിമ്മിന് അവധിയാണ്. അവരെല്ലാ ദിവസവും ഇതിങ്ങനെ തന്നെ ഒരു അവധി പ്രഖ്യാപിക്കും. ഡേറ്റ്സ് ആവും ചെയ്യാനില്ല. സോ യാ, ദാറ്റ്സ് ഇറ്റ്. Okay. Everyone do take care. That's so much light. Okay, bye. Hello everyone. സമയം ഇപ്പോൾ 4:35. രാവിലെ ബോക്സിങ്ങിനും പോയില്ല, ഒന്നിനും പോയില്ല, ഒന്നും മനസ്സിലാകണ്ടായിരുന്നില്ല. സോ വാട്ട് ഡിഡ് ഐ ഡു? ഞാൻ ഉറങ്ങി. കുറച്ച് നേരം മുമ്പ് എണീറ്റു. അമീനെ വിളിച്ചു, കുറച്ച് നേരം അമീനെ മാത്രം വിളിച്ചുള്ളൂ. പിന്നെ ഇവിടെ റിട്ടേൺസ് ഉണ്ടായ കുറച്ച് സാധനങ്ങൾ കൊടുത്തു.
ഇപ്പോൾ എന്തെങ്കിലും കഴിക്കണം. സോ സമയം 4:35 കഴിഞ്ഞു. നമ്മൾ ഇന്ന് മുട്ട ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, ലെറ്റ്സ് ഹാവ് സം ബോയിൽഡ് എഗ്സ്. അമ്മമ്മ കൊണ്ട് മിന്നാരം കണ്ട് മിന്നിയായി. അപ്പോൾ എത്ര മുട്ട എടുക്കുന്നത്? നമ്മൾ 5 മുട്ട എടുക്കുന്നുണ്ട് ടോട്ടൽ. Boiling, making an omelette for 5 eggs. കണ്ടോ. അപ്പോൾ മുട്ട പൊരിച്ച് ഓംലെറ്റ് ഉണ്ടായി കഴിച്ചിട്ട് അയൽക്കം പിന്നെ സംസാരിക്കാം. വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കം വാസ് പ്രിറ്റി ഡീപ്പ്. ഒന്നും ഓർമ്മയില്ല. വന്നു ബോക്സിങ്ങിന് ജിമ്മിൽ പോകാമെന്നോർത്ത് ഐ ട്രൈ ടു ഡൂ സം കാൽക്കുലേഷൻ, എന്തോ ആലോചിക്കാൻ നോക്കി. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. ഐ വാസ് തിങ്കിങ് സംതിങ് എൽസ്. അതുകൊണ്ട് ഉറങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് നേരം എണീറ്റുള്ളൂ. ആൻഡ് സ്ലീപ്പ് വാസ് ഗ്രേറ്റ്. കണ്ണൊക്കെ കുഴിഞ്ഞു. അപ്പോൾ ഓക്കെ, പോയി മുട്ട പൊരിക്കട്ടെ. അപ്പോൾ സ്മാഷിംഗ് ദ എഗ്സ്. എഗ്ഗ് സ്മാഷ് ചെയ്യുന്നു. അതുപോലെ മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളായിട്ട് മുട്ട പൊരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ചോറുണ്ടെന്ന് തോന്നണം. ചോറ് കൂട്ടി കഴിക്കണം, എന്തെങ്കിലും കൂട്ടി കഴിക്കണം. സോ ഇന്നലെ രാത്രി ബിഫോർ 12 ഞാൻ ഒരു 40 രൂപയുടെ കോള ഫുള്ള് കുടിച്ചെടുത്തു. ദാറ്റ് വിൽ ബി മൈ ലാസ്റ്റ് ജങ്ക് ഫുഡ് ഓർ ജങ്ക് ഡ്രിങ്ക് ദാറ്റ് വിൽ ബി ഹാവിങ് ഫോർ ദി ഇയർ എന്ന് പറയാം. ഇനി ഈ കൊല്ലം കഴിക്കാനെല്ലാം ക്ലീനാക്കി കഴിക്കണം, ഡയറ്റ് നോക്കണം എന്നൊക്കെ ആലോചിക്കുന്നു. സോ ദാറ്റ്സ് വൈ മേക്കിംഗ് ഓംലെറ്റ്. കുറേ ചിക്കൻ നവംബറിൽ വാങ്ങിച്ചത് ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇപ്പോഴും തൊട്ടിട്ടില്ല. നമ്മൾ അതൊക്കെ നാളെ മുതലും ഇന്ന് മുതലും തൊട്ട് തുടങ്ങുന്നതായിരിക്കും. ഇതിൽ പോയി ബാക്കി വാങ്ങിക്കുന്നതുമായിരിക്കും. ഓക്കെ, ഉപ്പിട്ടു. ഇനി എന്താ മുളക് പൊടി. കൂടിപ്പോയി ആസ് യൂഷ്വൽ കുറച്ചുകൂടി കൂട്ടാം. ഒറിജിനൽ മുളക് പൊടി. ഇത് മിക്സ് ചെയ്യണം, പൊരിക്കണം, കഴിക്കണം. പാനിൽ വെളിച്ചെണ്ണ ചൂടാകുന്നു. ഒലീവ് ഓയിൽ. ഇതാണ് നമ്മുടെ മുട്ട. കുറച്ചധികം റെഡായിപ്പോയി. നമ്മൾ പൊഴിക്കാൻ പോവുകയാണ്. എഗ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഓംലെറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ തിരിച്ചിട്ടപ്പോൾ മര്യാദയ്ക്ക് തിരിഞ്ഞ് വന്നില്ല. സോ നമുക്ക് ചിക്കി പൊരിക്കേണ്ടി വന്നത് ഇതുപോലെ ആയിപ്പോൾ. എങ്ങനെയുണ്ട്? സോ അപ്പോൾ വിൽ ബി ഹാവിങ് ദിസ് വിത്ത് ചപ്പാത്തീസ്. അപ്പം ദാറ്റ് വാസ് മെയ്ഡ് വിത്ത് വീറ്റ്. അത് വെച്ച് കഴിക്കുന്നു, ഡയറ്റ് നോക്കുന്നു, ഒന്നുകൂടി ഉറങ്ങുന്നു. എരിവ് വല്ലാതെ കൂടിപ്പോയി എന്ന് തോന്നുന്നു. മുട്ട മര്യാദ കുക്കായിട്ടുമില്ല. വന്നപ്പോൾ ബോക്സിന് വന്നേക്കാണ്. ഇപ്പം അങ്ങോട്ട് കയറും. പക്ഷേ ഐ ഫീൽ ടയേർഡ്. ഞാൻ ചെയ്യാമെന്നില്ല. പക്ഷെ ഒന്നാമത് വി push through it. The boxing club right now. റാപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു.
ഒരെണ്ണത്തിൽ തമ്പിലിടാനുള്ള സാധനം ഉണ്ടായതിൻ്റെ ടേക്കിംഗ് ആണ്. അത് വൺ എല്ലാം ഫോൾഡായിരിക്കണം. അത് വേറൊരു ഷോപ്പ്. ഗ്ലൗസ് ഇട്ടു. ഇനി നേരെ പ്രാക്ടീസ്. വർക്കൗട്ട് ചെയ്താണ് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഏർത്തു, നല്ല രീതിക്ക് ഏർത്തു. കെട്ടിയെടുക്കാൻ എന്ത് പാട്. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ബാക്കിനെ വീട്ടിൽ പോയിട്ട് മുംബൈ. അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റെഡിയായി കുളിച്ചു. ഐ ഫീൽ ഫ്രഷ്. ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സീരീസ് ഫസ്റ്റ് അഭിനവ് സബി ഇവിടെയുണ്ട്. അഭിനവ് സബി വട്ടപ്പേര്. പിന്നെ വി ഹാവ് അൻസിൽ അണ്ണൻ വട്ടപ്പേര്. എടാ കണ്ണിലോട്ട് അടിക്കല്ലേ എടാ, ക്യാമറ സെൻസർ പോവും. പിന്നെ വി ഹാവ് ജുനൈദ് ബായ് ജുണ്ടി. ഓക്കെ ഗൈസ്, ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സീരീസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ജുനൈദിൻ്റെ ബൈക്കിൻ്റെ ചെയിൻ തെറ്റിക്കിടക്കണം. അപ്പോൾ നമ്മളത് ശരിയാക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് വി ആർ ബിക്കമിങ് എ മെക്കാനിക് അവർ സെൽസ്. അൽത്താഫ് മെക്കാനിക്. ഒരു പവർ ലേസർ എൻ്റെ കയ്യിലുണ്ട്. ഐ വിൽ ഷോ യു ഗൈസ്. സി 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ പോകും. ഹൗസ് ദ ലേസർ ഗൈസ്, ഹൗസ് ലേസർ. ഞാനും പറഞ്ഞത് ശരിയായി ശരിയായി. കറക്ക് 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 കറക്ക്. ആ കറക്ക്. ആ കുത്തിയിരുത്ത്. ആ ശരി, അത് തന്നെ. ഞാൻ പിടിച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ. കറക്കാൻ വേണം. ജുനൈദ് കറക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അയ്യോ, പല്ലൊടിഞ്ഞെന്നാ പറയണത്. ഞാനും പുറകിലോട്ട് ആക്കിക്കൊണ്ടിരുന്ന ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല. അണ്ണൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. ഈ വീലാണോ പൊക്കേണ്ടത്? ഇതിപ്പോ ശരിയാവും. ആഞ്ജനേയ സ്വാമി. ഇത് ഫാമിലി ഫ്രണ്ട്ലി വ്ളോഗാണ്. ഇതിൽ തെറിയൊന്നും പറയാൻ പാടില്ല.
വാങ്ങാണ്ട് ഒരു ഇടിയൊന്നുണ്ടല്ലോ. ഇപ്പൊ ശരിയാവും ഗൈസ്, ഇപ്പൊ ശരിയാവും. ശരിയായി, ശരിയായിക്കൊണ്ടിരിക്കുന്നു. എടാ ഈ വണ്ടി റോഡിലുണ്ടോ നോക്കിയടാ, എന്റെ ടൂൾ കിറ്റ് ഉണ്ടോ നോക്കിയിട്ട് തന്നെ ഇണ്ടിട്ടാ ഒരുപാട് കൊണക്കല്ലേ നീ. ഇതിന്റെ ഉള്ളിൽ ഞാൻ മാറ്റിയാ, ഞാൻ മാറ്റിയടാ. ഇവിടെ ഇരുന്ന് വെച്ചതാ, ഞാൻ മാറ്റി. അതിന്റെ ഉള്ളിൽ ടൂൾ കിറ്റ് ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റുന്നില്ല. വണ്ടിയുടെ പല്ല് ബീൻ ടോൺ ഓഫ് ഐ ഗെസ്. സോ നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ടൂൾ കിറ്റ് തപ്പിക്കൊണ്ടിരിക്കുക. ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിയാൽ ശരിയാക്കാൻ പറ്റുമെന്ന് അഭിനാസ് മെക്കാനിക് പറയുന്നു. ലെറ്റ്സ് സീ ഇഫ് ഇറ്റ്സ് റൈറ്റ്. ടൂൾ കിറ്റ് കിട്ടി. ടൂൾ കിറ്റ് ബ്രൗൺ കളറായി വണ്ടിയോട് അല്ലിന് ചേർന്ന കാഴ്ചയാണ് കാണുന്നത്. കിട്ടി. എന്താ എന്താ പറഞ്ഞേ? എടാ ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി വ്ളോഗ്. ഇതിൽ ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഫുള്ള് അതുകൊണ്ടായിരിക്കും. ഇടയ്ക്കൊക്കെ എടുക്കണോടോ. ഈ വണ്ടിയുടെ ഓണർ ജുനൈദ്, അവൻ ഈ കൊല്ലത്തിന് നല്ലൊരു തുടക്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ചെറുതായിട്ടൊന്ന് കേറി കിട്ടിയാ പോരെ. പൊക്കട്ടെ ഞാൻ പൊക്ക. ജുനൈദ വലിക്ക്. നോക്കണം എന്തെങ്കിലും ഉണ്ടോന്ന്. ജുനൈദ നോക്കട്ടെ. എന്റെ വണ്ടി ഇങ്ങനെ മതിയാണ്. ട്രൈ ചെയ്യാലോ. കേറിയാ എന്ത് ചെയ്തിട്ടും ശരിയാവാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ലേസർ മുഖത്തോട്ട് അടിക്കല്ലേ? ലൈറ്റ് അടിക്കുക, അത് ഓഫ്. ചവിട്ടിയെ കിട്ടൂല. ചെയിൻ ടൈറ്റടാ. അതെ, ഒരു ശുഭ തുടക്കം ജുനൈദിന്. ജുനൈദ് ഇവിടെ ഉണ്ട്. ജുനൈദ് പറയും. ഏത് നമ്മ സഹായിക്കാൻ വന്നല്ലേ, നമ്മുടെ ഇയർ അല്ലല്ലോ. എന്റെ വണ്ടി സേഫ് അല്ലേ? എന്റെ വണ്ടി സേഫാ. ജുനൈദ് എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? സന്തോഷമുണ്ട്. പ്രതീക്ഷ 100% വിജയം. നിന്റെ ബാങ്ക് അക്കൗണ്ട് തന്നെ ഫ്രീസ് ചെയ്താ? അവിടെ ഒരു ഫ്യൂസ് ആയി പോയതാ, ലൈറ്റ് ട്രിപ്പ് ആയത്. അതല്ല ഞാൻ നോക്കി. വേറെ ഇതുപോലത്തെ റോഡ് ഉണ്ടായില്ല. ഇതിലൊരു അറ്റാച്ച്മെന്റ് വരും, അതിൽ ചവിട്ടിയാ ചെയ്യുന്നത്. അതിലുണ്ട്, പക്ഷെ അതല്ല. നമുക്ക് ഈ വണ്ടി പോയി ഇട്ടോണ്ടും പോയാലോ? നാളെ ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടുവരാം. പണി അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവരാം. നിനക്ക് നാളെ പണിക്ക് വേണ്ടിയിട്ട് വണ്ടിയല്ലേ വേണ്ട? എൻ്റെ വണ്ടി ഞാൻ തരൂല. ഇതിൽ ഊബർ ബുക്ക് ചെയ്തു അല്ല പറ്റിയാരെ. ആർക്കെങ്കിലും ജുനൈദിന് വണ്ടി കൊടുത്ത് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇടാം. കോണ്ടാക്ട്. വണ്ടി നമ്പർ ഇട്ടിട്ട് എന്തായാലും അതിന്റെ ഫോൺ നമ്പർ ഇട്ടണം. പൊക്കണോ? നിനക്ക് ഇതിലൊരു മെക്കാനിക്കിന് ഇവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ വിളിച്ചതിന് ആളെ റെഡിയാക്കി വെക്കൂലായിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ ചെയ്തു തന്നെയായിരുന്നല്ലോ. എന്താ പൊട്ട ചെയ്മീണോ? ചെയിൻ ഊരിയിട്ടുണ്ട്. ഞാൻ പിടിച്ച് അണ്ണന്റെ ഒരു ക്ലോസപ്പ് എടുത്ത്. അണ്ണന്റെ ഒരു ക്ലോസപ്പ് കിട്ടുന്നില്ല. ചെയിൻ കേറിയിട്ടുണ്ട്. കേറി. അണ്ണനെവിടെ? ഇവനാണ് നമ്മുടെ മെക്കാനിക്. അണ്ണൻ പുതിയ വർക്ക്ഷോപ്പ് കൊടുക്കുന്നുണ്ട്, എല്ലാരും കോണ്ടാക്ട് ചെയ്യണം. അത് കയറിയെടുത്ത് അഭി, അതെടുത്ത് വണ്ടിയുടെ ഓർഡർ. ടൂൾ കിറ്റ് പെറുക്കി വെച്ചേ, ആവശ്യം വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി നീ NH ബൈ. ടെർമിനലിൽ പോകുള്ളു. ശരിയായി കൊടുത്താലോ?
മേളിലൊരു ഫ്ലൈറ്റ് പറന്നു പോകുന്നുണ്ട്. നമ്മൾ അതിലൂടെ ലേസർ അടിക്കണതാണ്. എവിടെ 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 ഒരു ഫ്ലൈറ്റ് പോകുന്നു. ജുനൈദ് ലേസർ അടിച്ചോണ്ടിരിക്കുന്നത്. ഗിംബൽ പക്ഷേ ഇതിൽ ഗിംബലുണ്ട്, പക്ഷെ കാര്യമില്ല. ആ ഫ്ലൈറ്റിൽ നമ്മൾ ലേസർ അടിച്ച് നമ്മളിവിടെ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ആരുടെ ലേസർ സെൻസറും ആരുടെ ഐഡിയ ആയിരുന്നു ഈ സുഹൃത്തിൻ്റെ. Having tea from Seaport Airport Road, NH, and I have Annan with me. Anna, hi, Vara. അണ്ണനോട് അണ്ണൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ചോദിക്കാം. അണ്ണൻ ഇന്നത്തെ വിശേഷങ്ങൾ പറ. നല്ല വിശേഷം. How was your day? Fine. Thanks. കൂടുതൽ ഡീറ്റെയിൽസ് പറ. Nothing official about it. കൂടുതൽ ഡീറ്റെയിൽസ് പറ. പുതിയ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. ഐ പ്രസന്റ് യു ഇർഫാത്ത്. സ്ക്രീൻ വരൂ. ഇർഫാത്ത് ഹായ് പറഞ്ഞേ. ഇന്നത്തെ ഹൗ വാസ് യുവർ ഡേ? Hello guys. യാ ദിസ് ഈസ് ഇർഫാത്ത്. Today ഇനി ഇങ്ങോട്ട് കാണാനുണ്ടാവും. സോ ടൈംസ് 12:25 AM 2 January. ഇത് ഫാമിലി ഫ്രണ്ട്ലി വ്ളോഗാണ്. അവിടെ തെറിയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇർഫാദിൻ്റെ വീട്ടിൽ വന്ന്, ഇർഫാദിൻ്റെ വീട് അങ്ങോട്ടാണ്. യു ഗൈസ് ക്യാൻ സീ ദിസ് റോഡ്. ഇവിടെയാണ് ഇർഫാദിൻ്റെ വീട്. ഇർഫാദിനെ പറ്റിക്കാനായിട്ട് പേടിപ്പിക്കാനായിട്ട് ഇവിടെ വന്ന് ജംപ് സ്കെയർ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ പേടിച്ചില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെ പോകുന്നത് നമുക്ക് തന്നെ അറിയില്ല. സ്കൂട്ടർ ചാർജ് 72%. സ്കൂട്ടറിൽ ചാർജ് 72 കിലോമീറ്റർ ഓടാനുണ്ട്. പ്ലീസ് ഇർഫാദ്, തോന്നിയ ദിവസം കാണുമ്പോൾ ഇർഫാദ് ഒന്ന് റൈഡ് ചെയ്യണമെന്നായിരിക്കും. നമ്മളപ്പോൾ ഒന്നില്ലെങ്കിൽ ക്വീൻസ് പോവും, അല്ലെങ്കിൽ അറേബ്യൻ ഡ്രീംസ് പോവും. എവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും. എനിക്ക് വിശക്കുണ്ട്. ഐ ഹാവ് ടു ടേക്ക് ഇൻ മൈ പ്രോട്ടീൻസ് യുനോ. ഓക്കെ, അപ്പോൾ ബാക്കി കാണാം. ഹൗ വാസ് യു ഡേ? ഹൗ വാസ് യു വർക്ക്? സർവമായ കാണാൻ പോണ്ടേ? എപ്പോൾ പോവും? ഇർഫാദിനെ അറിയാത്തൊരു കാര്യമുണ്ട്. സർവമായ ഞാൻ കണ്ടു ഓൾറെഡി. ഓക്കെ, ഇർഫാദിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് മാറി നമ്മളിപ്പോൾ ഹരിത സരോവരം, എ വാക്ക് വേ നിയർ ഇർഫാദ്സ് ഹോം. നമ്മളവിടെ എത്തി. യു ഗൈസ് ക്യാൻ സീ ഹരിത സരോവരം. ഇവിടെ ഇർഫാദാണ് നിൽക്കുന്നത്. ദിസ് ഇസ് ഹരിത സരോവരം. ദിസ് ഇസ് എ ബിഗ് വാക്ക് വേ അറൗണ്ട് എ പോണ്ട് ഐ ഗെസ്. ഇവിടെ മീനുകളുണ്ട് കുറേ. ഇവിടെ കുറേ ആൾക്കാർ നടക്കാൻ വരാറുണ്ട്. അവരവിടെ നിന്ന് ചുമക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ദിസ് ഈസ് എ ബിഗ് പോണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനുണ്ട്, പാമ്പുണ്ട്, ആമയുണ്ട്. പിന്നെ ഇർഫാദിൻ്റെ ആരുമില്ല. പറ ഇർഫാദ്, എന്തെങ്കിലും പറ. ഇർഫാദിനെ കൂടുതൽ പരിചയപ്പെടാം. ഇർഫാദ്, ടെൽ മോർ അബൌട്ട് യുവർ സെൽഫ്. പറ ഇർഫാദ്. Like and subscribe. കം ഓൺ, പറയൂ എന്തെങ്കിലും. എന്തെങ്കിലും പറയൂ. ഫോർ ദ പീപ്പിൾ ഹൂസ് വാച്ചിങ്. ഫോർ പീപ്പിൾ. രണ്ട് അക്കൗണ്ട് എൻ്റെ അപ്പം എൻ്റെ അടുത്ത് 2 പ്രാവശ്യം ചോദിക്കുക സുഖമല്ലേ ഇത്. അതൊക്കെയാണ് വിശേഷം. എവ്രിവൺ അതാ പേടി. അത്രയുള്ളൂ. അപ്പോൾ ഇതാണ് വാക്ക് വേ. ഒരു അറൗണ്ട് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണണം ഈ വാക്ക് വേക്ക്. യു സ്റ്റാർട്ട് ഫ്രം ഹിയർ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാം, പിന്നെ ഇപ്പുറ സൈഡിൽ നിന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി ഇത് അവിടെ നിന്ന് അതിൽ കൂടി ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി വന്നു. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഐ ഗെസ് ദേ ആർ വാച്ചിങ് അസ്. ചെന്ന് അവരോടൊരു ഹായ് പറയാൻ പറഞ്ഞാലോ. ഒന്നില്ലെങ്കിൽ ഹായ്, അല്ലെങ്കിൽ അടുത്ത് അറിയില്ല. എന്തെങ്കിലും ഒന്ന് കൺഫേമാണ്. പക്ഷേ വി വോണ്ട് ബി ഗോയിങ് ദർ. വി ആർ വാക്കിംഗ് ത്രൂ ദ വാക്ക് വേ. ഇറ്റ്സ് ഫൺ. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ യു ഗൈസ് ഹാവ് മെഷീൻസ് ഹിയർ. ഇവിടെ കണ്ട മെഷീൻസ് ഉണ്ട്. വർക്കൗട്ട് ചെയ്ത് ഇർഫാദ് ഡെമോ കാണിക്കുന്നതായിരിക്കും. ഇർഫാദ് ഡെമോ കാണിച്ചു. ഇർഫാദ് ഷോസ് ദ ഡെമോ. ഇർഫാദ് വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. വർക്കൗട്ട് 1 ഫോർ ലെഗ്സ് അല്ല വെറുതെ. ഓക്കെ, അത് വേറെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. ഓക്കെ, ഇർഫാദ് ഈസ് വർക്കിംഗ് ഔട്ട്. ഇർഫാദ് ഡെയിലി ഒരു 300-400 കലോറീസ് വെറുതെ ബേൺ ചെയ്യാറുണ്ട് ബൈ കമ്മിങ് ഹിയർ ആൻഡ് ഡൂയിങ് ദ സെയിം തിങ്. എന്തെങ്കിലും പറ. ഹൗ ഡു യു ഫീൽ ഡൂയിങ് ദ വർക്കൗട്ട്? എന്നാലും പറയ്. വെരി വെരി ഗുഡ്. ഇറ്റ്സ് ഓൾറെഡി January 2nd, but we would be putting this with the video that's there on 1st January. കാരണം എൻ്റെ ഡേ ഈസ് നോട്ട് ഓവർ യെറ്റ്. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ദിവസം തീരുള്ളൂ. ഓക്കെ, യാ ഐ ആം ബാറ്റ്മാൻ. ബാറ്റ്മാൻ.
Irfad is still working out. നമുക്ക് പോയാലോ ക്വീൻസ്വേയിലോട്ട്? ഗൈസ് നമ്മളപ്പോൾ വി ആർ അറ്റ് അൽ യമനി മന്തി അറ്റ് കത്രിക്കടവ്. ഇത് പുതിയ ഷോപ്പാണെന്ന് തോന്നുന്നു, പുതിയ സെറ്റപ്പൊക്കെയാണ്. സോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് വി ഹാവ് ഓർഡർ 2 പ്ലേറ്റ് ഷവർമ. 2 പ്ലേറ്റ് ഷവർമ. ഇവിടെ ആകെ 2 പ്ലേറ്റ് ഷവർമക്കുള്ള സ്ഥലമുള്ളൂ. ഇർഫാദ് പറയുന്നു എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണെന്ന്. സോ ഗോയിങ് ടു ഹാവ് അവർ ഷവർമ. ഇതാ ഷോപ്പ്. ഹൗ ഇസ് ഇറ്റ് ഡേ? ഇതിലും പറ. നീ പറഞ്ഞില്ലല്ലോ, നീ ഇങ്ങനെയല്ലേ കാണിച്ചുള്ളൂ. ഇതിൽ സംസാരിക്കും. ടോക്ക് ടു ദ ക്യാമറ. സ്പീക്ക്. സംസാരിക്കടോ. പറഞ്ഞോ. അൽഫാം. ഇർഫാദ് അൽഫാം എങ്ങനെയുണ്ട്? Guys, we are at Queensway right now. You guys can see. നോക്കൂ, ഇതാണ് Queensway. So we are having coffee from Taras. ഇവിടെ Taras. ഗൈസ് കോഫി വന്നു. ദിസ് ഈസ് എ കോഫി ഫ്രം താരാസ്. നല്ല ഡിസൈനായിരുന്നു, ഞാൻ കുടിച്ചു, അതുകൊണ്ട് ഇങ്ങനെയായി. ഇർഫാദ് കോഫി എങ്ങനെയുണ്ട്? വാക്കാല് പറയണം. വെരി ഗുഡ്. നോടി. വെരി ഗുഡ്. The coffee is nice. That's what he's saying. Okay. Let's have our coffee. Guys, ഒരു സെലിബ്രിറ്റി എൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടുള്ളത്. ലുക്ക്. It's Queensway. That's Queensway for you guys. Guys, നമ്മൾ 2 perfume വാങ്ങിച്ചു. We just bought 2 perfumes from a street vendor. It was 100 rupees for one. ബ്ലൂ ലേഡിയും പിന്നെന്തോ മോർണിംഗും. ബോത്ത് സ്മെൽസ് വെരി നൈസ്. റിവ്യൂ സൂൺ തരുന്നതായിരിക്കും ആഫ്റ്റർ യൂസിങ്. ഇർഫാദ് സ്മെൽ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഇർഫാദ്, ഹൗ വാസ് ഇറ്റ്? സൂപ്പർ. നോക്കി പറ. സൂപ്പർ. തംസ് അപ്പ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. കോഫി ഈസ് ഡൺ. നമ്മളിനി അടുത്ത സ്പോട്ടിൽ പോകും. വേറെ എന്തെങ്കിലും ചെയ്യണം. ഹലോ, നമ്മളിപ്പോൾ എടപ്പള്ളി പാലം കയറുകയാണ്. എടപ്പള്ളി ബ്രിഡ്ജ്. സോ പീസ്ഫുൾ. അതിൻ്റെ വീടെത്തി. ഇർഫാദ് വീട്ടിലോട്ട് കയറാൻ പോവാണ്. നമ്മളിപ്പോൾ അവരുടെ വീട്ടുകാർക്ക് വേണ്ടി ഒരു ഹോൺ പുറപ്പെടുവിക്കാൻ പോവാണ്. വാപ്പ അവിടെ കിടക്കുന്ന സ്ഥലത്തുകൊണ്ട് ഹോൺ അടിക്കുന്നില്ല. അപ്പോൾ അത് ബൈ പറയൂ. നമുക്ക് കൊടുക്കാം.